സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്തിട്ടാന്ന് പറഞ്ഞാൽ ഗൈസ് ബദാം മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഗൈസ് ഇച്ചിരി ഹാഫ് ചെയ്തു ഗൈസ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഗൈസ് ഇത് ജസ്റ്റ് ട്രൈ ദിസ് ഔട്ട്. ഇച്ചിരി ബദാമും ഏതെങ്കിലും ഒരു കപ്പാണെങ്കിലും കുഴപ്പമില്ല. ഇത് മിക്സ് ചെയ്യണ ഒരു കപ്പാണ്. അതിൻ്റെ ഉള്ളിൽ മിക്സറിട്ട് മിക്സ് ചെയ്യണ ഒരു കപ്പാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലിട്ട് ബദാമും പാലും ഒഴിക്കാം. ഇതിൽ നിങ്ങൾ ബദാം മിൽക്ക് ഷേക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിലൊരു അപ്പോൾ തന്നെ നല്ലൊരു ഇത് കിട്ടും കേട്ടോ, മണം. ഓക്കെ, ഫസ്റ്റ് തന്നെ ബദാം എടുക്കുക. ബദാം ഇല്ലാണ്ട് എത്ര ബദാം വേണോ അത്രക്കൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബദാം ഇട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ ഉള്ളിലോട്ട് ഇത്രക്കും പാലുള്ള കേട്ടോ ഗൈസ്, കുറേ പാൽ വേണം ഗൈസ്. അമ്മ ഇതിൻ്റെ പേര് ശരിക്കും പാല് തന്നെയാണോ? അത് പാല് മാതിരി ഇല്ല കാണാൻ. അത് ചൂടുവെള്ളത്തിന് മുക്കിയാൽ മതിയില്ലേ? ഫ്രീസറിൽ വെച്ച പാല ഗൈസ്. 1 മിനിറ്റ്. സോ ഫ്രണ്ട്സ്, എൻ്റെ അമ്മ ഏലക്ക ഇട്ട് കൊടുക്കുക ഗൈസ്. ഏലക്ക പിന്നെ എന്തിനാ ഇത് പാലോ ഗൈസ്? ഇത് കട്ടിപ്പിടിച്ച പാലാണ് ഗൈസ്, കട്ടിപ്പിടിച്ച പാലാണ് ഗൈസ്. ഇങ്ങനെ ഇട്ട് കൊടുക്കണം. നമ്മുടെ ഇത് നടണമായിരുന്നു. എത്ര പാലുണ്ട് നിങ്ങൾക്ക് ഇടാണെങ്കിൽ ഗൈസ് മറ്റേ മെൽട്ടായിട്ടുള്ള പാലിട്ടോളൂ ഗൈസ്, മെൽട്ടായിട്ടുള്ള പാല്. ഗൈസ് എൻ്റെ അമ്മ എന്തിട്ടാ ഗൈസ് ഇങ്ങനെ മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കാറുണ്ടോ? ഓക്കെ ഗൈസ്, അത്രയ്ക്കും പാല് മതിയാ. ഓക്കെ ഗൈസ്, എൻ്റെ അമ്മ ഇച്ചിരി കട്ട് കൊടുക്കാൻ പാലോ. നിങ്ങൾ അങ്ങനെ ചെയ്യരുത് ഗൈസ്, മെൽട്ടായിട്ടുള്ളൊരു പാല ഒഴിക്കാൻ പാടുള്ളൂ. ഓക്കെ സോ ഫ്രണ്ട്സ്, പഞ്ചസാര പഞ്ചസാര ഗൈസ്. എൻ്റെ അമ്മ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. സോ ഫ്രണ്ട്സ്, എൻ്റെ അമ്മ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഗൈസ് ഞാൻ പറഞ്ഞില്ല, ഇങ്ങനത്തെ ഒരു മിക്സർ ഉണ്ടാവും ഗൈസ്. നമ്മൾ അത് അയ്യോ ഗൈസ് ഒരു മിനിറ്റ്, അത് നല്ല ബ്ലേഡ് ഉള്ളത് എൻ്റെ കൈ സൂക്ഷിക്കുന്നത്. ഓക്കെ ഗൈസ്, ഞാൻ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ ഗൈസ്. അപ്പോൾ ഗൈസ് ഇങ്ങനെയാണ് ഉണ്ടാവുക എൻ്റെ ബ്ലേഡ്. പിന്നെ ഗൈസ് ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഫ്രണ്ട്സ് ഇച്ചിരി ശബ്ദം ഉണ്ടാവുമോ? എനിക്ക് ഈ മിക്സറിൻ്റെ ശബ്ദമൊക്കെ വളരെ പേടിപ്പിക്കണം. അതാ പിടിച്ച് ഞാൻ സംഭവിക്കും ഗൈസ്, ഒന്നും സംഭവിക്കില്ല ഗൈസ്. ഇപ്പം മിൽക്ക് ഷേക്ക് ആയിട്ടില്ല. അതെന്ത് ഗൈസ്, അത് ഞാൻ ഒട്ടിച്ചാക്കുന്ന സാധനമുണ്ട് ഗൈസ്. ഫ്രണ്ട്സ് അത്രയ്ക്ക് ശബ്ദം കഴിഞ്ഞ അത്രയ്ക്ക് ഓക്കെ ഗൈസ്, അത്രയ്ക്ക് ശബ്ദം ഉണ്ടാവും ഗൈസ്. ഞാൻ പേടിച്ചു. ഓക്കെ അപ്പോഴത്തേനും അത്രയ്ക്കൊക്കെ അമ്മ ഇനിയും ഇല്ലാട്ടെ ഞാൻ ആ മിക്സറിൻ്റെ ശബ്ദം കേൾക്കാം ഗൈസ്. അപ്പോൾ നമ്മുടെ ഞാനൊരു എൻ്റെ പേരെന്തിട്ട് ബേറീസ് റോബ്ലോക്സിലെ ബേറീസ് റണ്ണിലെ ഒരു പാട്ടൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്, ഒരു പാട്ട്. അപ്പോൾ എനിക്ക് അത്രയ്ക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ആ വീഡിയോ അവസാനിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ പാട്ട് പോകാനായിട്ട് അതിൻ്റെ പാർട്ട് 2 ആയിട്ട് ഇറങ്ങുന്നതായിരിക്കും. മസ്റ്റ് വാച്ച്. എൻ്റെ കണ്ണിന് ഇന്ന് രാവിലെ എന്തായാലും ഇൻഫെക്ഷൻ മാറി. എൻ്റെ കണ്ണിൽ എന്നാലും ഇൻഫെക്ഷൻ മാറി ഗൈസ്. എൻ്റെ കണ്ണിൽ ഇൻഫെക്ഷൻ മാറി. പക്ഷെ അത് ഞാൻ മൈൻഡാക്കില്ല. If you hit it with the gun with the bat, baby shake it to the max. DJ please baby press to the max. Press to the max. Okay guys, അമ്മ. സോ ഗൈസ് മിൽക്ക് ഷേക്ക് അത്രയ്ക്കും നിങ്ങളുടെ കയ്യിൽ ആ ക്രീം ഉണ്ടെങ്കിൽ ക്രീം ഇട്ട് നോക്ക്, ഐസും നല്ല പൊളിക്കും. സോ ഫ്രണ്ട്സ്, ഇറ്റ്സ് ഗൈസ് എൻ്റെ തണുപ്പ് അത് കണ്ട. താങ്ക് യു. ബദാം മിൽക്ക് ഷേക്ക് ഈസ് റെഡി. കടയിൽ നിന്ന് മേടിക്കണം. ഞാൻ പഞ്ചസാര വേണം. നമ്മ പഞ്ചസാര ഇട്ടോളൂ. ഓക്കെ ഫ്രണ്ട്സ്, ഇതെന്തൊരു പഞ്ചസാര മധുരമില്ല. മാംഗോ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കിയ മാതിരിൻ്റെ ഗസ്. ഐസ് ഒന്നും ഇട്ടുണ്ടോ ഗസ്? ഭയങ്കര തണുപ്പാ ഗസ്.
നിങ്ങൾ തിളപ്പിച്ച ഇതാണെങ്കിൽ ഐസ് ഇടണം. ഞങ്ങളുടെ ഇഷ്ടം പോലെ ദിവസമായിട്ട് എൻ്റെ പാല് ഫ്രീസറിൽ ഇരിക്കുക, അതുകൊണ്ടാണ് ഐസ് ഞാൻ ഐസ് ഇടട്ടെ. അല്ലെങ്കിൽ ഞാൻ ക്ലാസ് സ്കൂൾ തുടങ്ങിയപ്പോൾ തന്നെ ഗേൾസ് ഞാൻ ലീഡറായി ഗൈസ്. അതാ വലിയൊരു കുഴപ്പം ഗേൾസ്. ഞാൻ അപ്പോൾ ഗസ് വേറൊരു ബോയും കൂടിയാണ് ഗസ് എൻ്റെ കൂടെ ലീഡറുള്ള. അവനാണെങ്കിൽ ബോയ്സ് സൈഡ്, ഞാനാണെങ്കിൽ ഗേൾസ് സൈഡ്. അപ്പം ഞാൻ നോക്കും ഗേൾസ് ആരുടെ ഓക്കെയാണ് അവരുടെ പേര് എൻ്റെ ബുക്കിൽ എഴുതും. അങ്ങനെയാണ് ഗസ്. അത് എനിക്കറിഞ്ഞൂടാ. ഞാൻ ബോയ്സിൻ്റെ കാര്യമായി കഴിഞ്ഞിട്ട് തണുപ്പാ ഗസ്. അത് എന്തൊരു തണുപ്പാ ഗസ്. ഇതായിട്ട് മൊബൈൽ സ്റ്റാൻഡോട്ട് വെച്ചിട്ട് ആ മൊബൈൽ സ്റ്റാൻഡ് പിടിച്ചോണ്ട് അടിയിലോട്ട് പോകാം. അതാണ് നല്ലത്. പിന്നെ എൻ്റെ പാലെടുക്കാം. പാലല്ല ഗസ്, ബദാം മിൽക്ക് ഷേക്ക്. എനിക്കിത് ഇപ്പോൾ ടേസ്റ്റ് ചെയ്യണം, ഞാൻ ചാടും. ഗൈസ് ഇത് മിൽക്ക് ഷേക്ക്. ഇതാണ് എനിക്ക് എടുക്കാം. എനിക്ക് തൊണ്ടാടിയാണ്. ഹേയ് വാട്ട് ആർ യു ഡൂയിങ്? അതെ നമുക്ക് മൈൻഡ് ചെയ്യണ്ട ഗൈസ്. എൻ്റെ കൈ വറക്കണം. Just tasting like a wow. Give me that full. തണുപ്പ്. ഗൈസ് എന്ത് തണുപ്പാ ഗൈസ്. അപ്പോൾ ഗൈസ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് സേറ, അവൾക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, സേറ ഹെയർ എന്ന് അടിച്ച് നോക്കിയാൽ മതി. അപ്പോൾ അവളുടെ ഇത് അപ്പോൾ അവളുടെ വീഡിയോസ് കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അവളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എൻ്റെ കണ്ണും തിരിച്ചൊന്നിരിക്കുക ഗൈസ്. എനിക്ക് പേടിയാണ്. So guys, that is different. This is red and white. Okay. ഈ മിൽക്ക് ഷേക്ക് ഞാൻ പറഞ്ഞ എല്ലാവരും ട്രൈ ചെയ്യണം. ഓക്കെ, ഞാൻ പറഞ്ഞവർ എന്തിട്ടേക്കാ മറ്റേ കാഷ്യൂ അല്ല ബദാം മിൽക്ക് ഷേക്കാണ് ഗൈസ് ഇത്. അപ്പം ബദാം ഇച്ചിരി അതിലോട്ട് ഇടണം. ഒരു 3-4 ഇടണം. അത് 3-4 കുറേ ഇടണം. എത്ര എണ്ണം വേണം നിങ്ങൾക്ക് അത്രയ്ക്ക് ഇടണം. ഓക്കെ ഗൈസ്, ഇത് തന്നെ ഹോർലിക്സ് കുടിക്കണം കപ്പ ഗൈസ്. സോ നിങ്ങൾ ഇതിൽ ബദാം ഇടണം. അതിൻ്റെ ഉള്ളിലോട്ട് ഇച്ചിരി പാൽ ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഇച്ചിരി എന്തിട്ട് അതിൻ്റെ പേര് നമ്മളെ ബദാം ഇട്ട് കഴിഞ്ഞിട്ട് ഒരു സാധനം ഇട്ടില്ല, അതിൻ്റെ പേരെന്തിട്ടാ? ഏലക്ക. ഏലക്ക ഇടണം. അത് കഴിഞ്ഞിട്ട് ഫുള്ളിൽ പാൽ ഒഴിക്കണം ഗസ്. ഏലക്കേൻ്റെ ഇത് ഇടാൻ പാടില്ല ഗസ്, തൊലി ഇടാൻ പാടില്ല. ഏലക്ക മാത്രം ഇടണം. അതിൻ്റെ ഉള്ളിലുള്ള സാധനം സീഡല്ല, ഉള്ളിലുള്ള സാധനം മാത്രം ഇടാൻ പാടുള്ളൂ. അത് കഴിഞ്ഞിട്ട് പാല് ഒഴിച്ചു കൊടുക്കുക. പാല് അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യണമെന്ന് അറിയാതെ മിക്സിയിൽ എടുത്തിട്ട് അടിക്കുക. അത് കഴിഞ്ഞിട്ട് എണ്ണ സെറ്റായിട്ട് ഗസ് ഏലക്കിട്ട് കഴിഞ്ഞിട്ട് പഞ്ചസാര ഗസ് അത് പറഞ്ഞു ഓക്കെ. അത് കഴിഞ്ഞിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കഴിക്കുന്നത്. നല്ല സുഖം ഉണ്ടാവും. ഗൈസ് ഇതെൻ്റെ അമ്മ എങ്ങനെയാ പഠിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂട്യൂബിൽ നോക്കി പഠിച്ചതാ ഗൈസ്. യൂട്യൂബ് ഇതാരൊക്കെ ഞാൻ ഈ വീഡിയോ ഇടുന്നതിന് മുമ്പ് ആരൊക്കെ എൻ്റെ പേരെന്തിനായിരുന്നു ബദാം മിൽക്ക് ഷേക്ക് കുടിച്ച് ആരെങ്കിലും ഇത് ഹോട്ടലിൽ നിന്നല്ല ഗൈസ്, ഹോട്ടലിൽ നിന്നല്ല എവിടെയല്ല, നിങ്ങളുടെ വീട്ടിലുണ്ടാക്കി കുടിച്ചിട്ടുണ്ടെങ്കിൽ എന്താ അറിയാലോ, കോമന്റ് ബിലോ. ഓക്കെ ഗൈസ്, ഈ ഒരു പുള്ളിയൊരു കടയുണ്ട് ഗൈസ്. അതൊരു മിൽക്ക് ഷേക്ക് ഒക്കെ കുടിക്കുന്ന കടയാണ്. അവിടുത്തെ ടേബിളിൽ ഇരുന്ന് കുടിക്കണമായിരുന്നു ഗൈസ്. ഇത് അവിടെ സ്പൂണും സ്ട്രോയും തരുമ്പോൾ അവിടെ സ്പൂണിൽ നിന്ന് അങ്ങനെ കുടിക്കണമായിരുന്നു ഗൈസ്. ഈ സന ഹൗസിൽ നിന്ന് കുടിക്കണമായിരുന്നു. ഓക്കെ ഗൈസ്, ബെയർ ഇസ് പ്രസന്റ് ഗൈസ്. എനിക്ക് ഇപ്പോഴല്ല ഗൈസ് ഈ കണ്ണ് ശരിയാണ്. വെയിറ്റ് ചെയ്യണം ഗൈസ് എനിക്ക് ഗെയിം കളിക്കണമെങ്കിൽ. സോ ജസ്റ്റ് വെയിറ്റ്. ഓക്കെ, ഇതാണെങ്കിൽ ഞാൻ എന്നിട്ട് ഇത് റിയൽ എല്ലാവർക്കും ചിലപ്പോഴൊക്കെ ആർക്കെങ്കിലും ഇങ്ങനെ ബദാം മിൽക്ക് ഷേക്കൊക്കെ കുടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ലേ, അവർക്ക് ഒക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കുക. ആകെ ഈസി സ്റ്റെപ്സ് ഉള്ളൂ ഗൈസ്. അപ്പോൾ ഗൈസ് വാവ്, ഇത്രയ്ക്കാകുമ്പോൾ നിങ്ങൾ സ്പൂൺ വെച്ചിട്ടല്ല ഗൈസ് കുടിക്കണേ. ഇത്രയ്ക്കാകുമ്പോൾ
ഇങ്ങനെ ഗസ് കുടിക്കണം. ഇതാണ് കറക്റ്റ് മിൽക്ക് ഷേക്ക് എന്ന് ഗൈസ് പറയണം. നിങ്ങളുടെ വീട്ടിൽ ക്രീം ഉണ്ടെങ്കിൽ ക്രീമും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ പെർഫെക്റ്റ്. എൻ്റെ അമ്മ സ്പൂണോണ്ട് സ്ട്രോബെറി കുടിക്കാന്നൊക്കെ. എനിക്കത് തൊണ്ട അടയിൽ വരുന്നില്ല ഗൈസ്. ഇതന്നെയല്ലേ നല്ലത് ഗൈസ്. ഇന്നലെ രാത്രി ഒരു സങ്കടക്കാരുണ്ട് ഗൈസ്. ഞാൻ എൻ്റെ അച്ഛന് ദുബായിൽ നിന്ന് വന്നിട്ട് ഒരു പെൻസിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ പെൻസിലിൻ്റെ ബാക്കിൽ റബ്ബർ മാതിരി സാധനം ഉണ്ടാവും. അതിൻ്റെ ഉള്ളിൽ ശരിക്കും സീഡ്സ് ആണ് ഗൈസ്. അത് എൻ്റെ പ്ലാന്റിൻ്റെ സീഡ്സ് ആണെന്ന് അറിയില്ല. പക്ഷേ എനിക്ക് സീഡ്സ് ഒക്കെ കുഴിച്ചിടാൻ എൻ്റെ ജീവനാണ്. അപ്പം ഞാൻ ഇന്നലെ 2 കുഴിച്ചിട്ട്, പക്ഷെ ഒരെണ്ണമില്ല. ഞാൻ 2 വീണ് ഒരു സീഡ് പോയി. രണ്ടാമത്തെ ഞാൻ കറക്റ്റായിട്ട് എടുത്ത് വെച്ചു. ഇന്ന് രാവിലെ നോക്കുമ്പോൾ എൻ്റെ പട്ടി അതെല്ലാം കടിച്ചു കുടിച്ചിട്ടായിരുന്നു. പിന്നെ ഇന്നലെ ആപ്പിൾ കഴിച്ചപ്പോൾ ആപ്പിൾ സീഡ് കിട്ടിയില്ലായിരുന്നു. അത് ഞാൻ കുഴിച്ചിട്ടു. പിന്നെ എന്ത് ചെയ്യാൻ, എൻ്റെ പട്ടീനോണ്ട് എൻ്റെ പട്ടി കണ്ണീര് കണ്ട് വല്ല പ്ലാസ്റ്റിക് അങ്ങനത്തെ ഒരു സാധനങ്ങൾ എൻ്റെ പട്ടീൻ്റെ കണ്ണിന് മുമ്പിൽ കണ്ടു കഴിഞ്ഞാൽ അത് പിറ്റേ ദിവസം ആകുമ്പോൾ വെട്ടിക്കിടക്കണതാണ് 2 പീസസ്. എൻ്റെ സീഡ് പക്ഷേ ഞാൻ ഒരെണ്ണം കൂടി കുഴിച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ ഞാൻ കുടിച്ചോളാം. അപ്പോൾ ഗൈസ് എന്ത് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടണിൽ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. സോ ബദാം മിൽക്ക് ഷേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അപ്പോൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടനെ പ്രസ് ചെയ്യാൻ മറക്കരുത്. സോ ബൈ ബൈ. എനിക്ക് മിഷ ബൈ ബൈ.